പുതുവർഷത്തിൽ ഒരു സന്തോഷ വാർത്ത. കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു കോൺക്ലേവ് ജനുവരി 4, 5 തീയതികളിൽ വയനാട്ടിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാം കൃത്യം മുന്നേ കൂട്ടിയുള്ള തയ്യാറെടുപ്പ്. സാധാരണഗതിയിൽ ഇടതുമുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യം ഇറങ്ങുക. പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിച്ച BJP ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളാണെന്ന് ആരൊക്കെ ആവണമെന്നുള്ള ഒരു തീരുമാനമായി കഴിഞ്ഞു. ഈ പ്രാവശ്യം ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണിയാണ്. അവരുടേതായിട്ടുള്ള ഒരു തീരുമാനവും ഇങ്ങനെ തന്നെ വിശകലനം നടത്തി CPM പറയുന്നു ശബരിമല പ്രശ്നമൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. CPI അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നു, ശബരിമല പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. CPM പറയുന്നു പത്മകുമാറിനെ എതിരെ കുറ്റപത്രം കിട്ടാതെ ഞങ്ങൾ ഒരു നടപടി എടുക്കുന്ന പ്രശ്നമില്ല. CPI പറയുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് മുന്നണിക്ക് കനത്ത പ്രഹരമായി തെരഞ്ഞെടുപ്പിൽ. ഇങ്ങനെ അന്തവും കുന്തവുമില്ലാതെ ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുക. നേരം വെളുത്തെന്നും വെളുത്തില്ലെന്നും രണ്ടടയ്ക്കാക്കുരുവികളെന്ന് ചെമ്മനം ചാക്കോ പാടിയതുപോലെ ഇരിക്കുമ്പോൾ അവിടെ തീരുമാനമായിട്ടില്ല. കോൺക്ലേവിലൊന്നുമില്ല. കോൺഗ്രസ് കോൺക്ലേവുമായിട്ട് മുന്നോട്ട് വന്നു. BJP ഏകദേശം അവരുടെ ഒരു വലിയ പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു, ആരൊക്കെ സ്ഥാനാർത്ഥി ആകണമെന്നുള്ളത്. അപ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്നത് വയനാട്ടിലാണ്. ഈ വയനാട്ടിലെ കോൺക്ലേവിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുമോ? പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ടും അവരെ മുസ്ലിം ലീഗ് അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടത് കൊണ്ടുമാണ് ഒരു നന്ദി സന്ദേശം എന്ന് പറയുന്നത് പോലെ, ഒരു നന്ദി പ്രകടനം എന്ന പോലെ അവിടെ ഈ കോൺക്ലേവ് ചേരുന്നത്. പക്ഷേ അതിൽ ആ മണ്ഡലത്തിൻ്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വരുമോ? വരുന്ന കാര്യം സംശയമാണ്. എന്താ കാര്യം? അവരുടെ മകൻ്റെ, അതായത് അടുത്ത രാജകുമാരൻ്റെ കിരീടാവകാശിയുടെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നെഹ്റു കുടുംബത്തിൽ വൻതോതിൽ നടക്കുകയാണ്. കല്യാണം കഴിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. അപ്പോൾ വയനാട്ടുകാർക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ തീർച്ചയായിട്ടും ഒരു മണി കൂടിയാണ്. കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് റെയ്ഹാൻ ഭദ്ര. റെയ്ഹാൻ എന്നുള്ള പേര് കത്തോലിക്ക മതത്തിൻ്റെ പേരാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രിയങ്ക ഗാന്ധി ഹിന്ദുവാണെന്ന് അവകാശപ്പെടുന്നു. ആ അവകാശപ്പെടലും കൂടെ ആകുമ്പോൾ ഒരു സർവ്വമത സൗഹാർദ്ദത്തിൻ്റെ ശബരിമലയിൽ എന്ന പോലെ ഒരു സന്ദേശമായിരിക്കും ഇനി നെഹ്റു കുടുംബം നൽകുന്നത്. ഏതുമായിക്കോട്ടെ, നമുക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതിലൊന്നും സന്തോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഏതെങ്കിലും ഒരു മതത്തെ കുത്താതിരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ആ രീതിയിൽ അങ്ങ് പോയാൽ മതി. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. നെഹ്റുവിയൻ പാരമ്പര്യമാണ് ആ മതനിരപേക്ഷത. മതനിരത്വം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ വളരെയധികം വ്യഭിചരിക്കപ്പെട്ട ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട്. മതപ്രീണനത്തിന് ഇടുന്ന ഒരു പേരായിട്ട് മാറിയിട്ടുണ്ട്. ആ വാക്കിന് 2026 കൂടി നമ്മൾ ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ മതനിരപേക്ഷത എന്ന മര്യാദയ്ക്കുള്ള വാക്ക് തന്നെ, അത് ഭാരതീയ സംസ്കാരത്തിൽ കുടികൊള്ളുന്ന ഒന്നാണ്. ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഇനി ഇവരുടെ വിവാഹ വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പെൺകുട്ടി 7 വർഷമായിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണ്. 7 വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ സാഫല്യം അണയാൻ പോകുന്നത്. ആ കുട്ടിയുടെ പേര് അവീവ ബെയ്ഗ് എന്നാണ്. അവീവ ബെയ്ഗ്. ഈ അവീവ ബെയ്ഗിൻ്റെ കുടുംബം നെഹ്റു കുടുംബമായിട്ട് വളരെ സൗഹൃദ ബന്ധത്തിലായിരുന്നു. പരസ്പരം സന്ദർശനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിരിക്കെ വ്യവസായിയായിട്ടുള്ള ഇമ്രാൻ ബെയ്ഗ് എന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ പേര്. ഇൻറ്റീരിയർ ഡിസൈനറായിട്ടുള്ള നന്ദിത ബെയ്ഗിൻ്റെയും മകളാണ്. അപ്പോൾ നന്ദിത എന്നുള്ള പേര് റിട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേരിലെങ്കിലും ഹിന്ദുത്വം ഉണ്ട് തന്നെ. നമ്മളിതിൻ്റെ മതം അന്വേഷിക്കുകയല്ല, അത് നമ്മൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന പോലെ അവർ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നതെന്നൊന്നും അല്ല. ഏത് മതത്തിൽ വിശ്വസിച്ചാലും യാതൊരു കുഴപ്പമില്ല. ഒരു വിഷ്വൽ ആർട്ടിസ്റ്റായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് റെയ്ഹാൻ. ഇതേ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും. അപ്പോൾ അതാണ് അവർ തമ്മിൽ ഈ തൊഴിൽ രംഗത്ത് കഴിഞ്ഞ 7 വർഷമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ രംഗത്ത് റെയ്ഹാനെ വളരെയധികം സഹായിച്ചിട്ടുള്ള
ഒരു വ്യക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിശ്രുത വധു. കഴിഞ്ഞ 7 വർഷമായിട്ട് അവർ തമ്മിൽ ഇൻ റിലേഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, ആ റിലേഷനിലായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം റെയ്ഹാൻ ഈ പെൺകുട്ടിയോട് ഞാൻ താങ്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് ഈ ബന്ധം, അതുപോലെ ഡേറ്റിംഗ് ഇതൊക്കെ നടക്കും. അതിനുശേഷമാണ് പരസ്പരം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എനിക്ക് താങ്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മോതിരമോ ഒരു പൂവോ ഒക്കെ കൊടുക്കും. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ബിട്രോത്തൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങ്. അങ്ങനെ നടക്കും. അപ്പോൾ ആ കാര്യം ഇവരുടെ അച്ഛനും അമ്മയും ഇവരൊക്കെ ധാരാളം സോഷ്യൽ ക്ലബ്ബുകളിലെ അംഗങ്ങളാണല്ലോ, അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അതൊരു കോക്ടെയിൽ പാർട്ടി. ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരപ്രകാരം തന്നെയാണ് ഈ ബിട്രോത്തൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അവർ വിവാഹിതരാവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതിപ്പോൾ പിന്നെ ഇനി നടക്കാനുള്ള കാര്യം വിവാഹ സമയവും അതുപോലെ തന്നെ സ്ഥലവും തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. രാജസ്ഥാനിലെ പേരുകേട്ട സ്ഥലമായ രത്നംബോർ കേട്ടിട്ടുണ്ടല്ലോ, കടുവകളുടെ സംരക്ഷിത കേന്ദ്രമാണ്. ആ സ്ഥലത്ത് വെച്ചാണ് വിവാഹം നടക്കുന്നത്. കാട്ടിനകത്തായിരിക്കില്ല, പുറത്ത് വെച്ച് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും ബുധനാഴ്ച നടന്നേക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അവർ വെളിപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വെച്ചുള്ള ഒരു പാർട്ടി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യക്കാർ മാത്രം പങ്കെടുക്കുന്നത്. രത്നംബോറിൽ നിന്നും അധികം പേർക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അവിടെ വെച്ചിട്ട് ഈ ചടങ്ങ് നടക്കും. അതിനുശേഷം ഈ വിവാഹം വലിയ ആഡംബരത്തോടു കൂടി തന്നെയായിരിക്കും. നെഹ്റു കുടുംബത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ചില്ലറ ഒന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ള ലാളിത്യം ഒന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവരുമല്ല. അങ്ങനെ നടക്കുകയും ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇമ്രാൻ ബെയ്ഗ് എന്ന് പറയുന്നത് ഒരു വ്യവസായി കൂടിയാണ്. അപ്പോൾ വലിയ ധനമുള്ള ഒരു കുടുംബത്തിലെ ആൾ കൂടിയാണ്. തീർച്ചയായും ഇവരുടെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്ട് തീരുമാനിച്ച അവർ തമ്മിൽ ആലിംഗനബദ്ധരായിട്ട് നിൽക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു സത്യമാണ് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പെൺകുട്ടി അവർ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ, വിഷ്വൽ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ആയിട്ടുള്ള അറ്റ്ലിയർ 11 എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. വളരെ വിശ്രുതമായൊരു സ്ഥാപനമാണ്. അതിൻ്റെ സ്ഥാപകയുമായിരുന്നു. അപ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടും. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്നത് റോബർട്ട് വാദ്ര തൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോൾ എൻ്റെ മകൻ പ്രധാനമന്ത്രിയാവും, പിന്നെ നമുക്ക് എന്താ വേണ്ടത് എന്നൊക്കെയാണ് ഇതുവരെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് റോബർട്ട് വാദ്ര വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമല്ല, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ രംഗത്തേക്ക് ഇറക്കൂ, അല്ലെങ്കിൽ അവരുടെ മക്കളെ രംഗത്തേക്ക് ഇറക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഊഴം വരുന്നത് റെയ്ഹാൻ ആണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഊഴം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പ്രൊഫഷണൽ ഫീൽഡിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൈവ എന്ന് പറയുന്ന പെൺകുട്ടിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി ലഭിച്ചതുപോലെ സുപ്രധാനമായ ഒരു സ്ഥാനം ലഭിക്കാനും ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.